സോ ഹായ്, നിങ്ങളുടെ ഫസ്റ്റ് ലെക്ചർ ആണ്. നിങ്ങൾ അക്കൗണ്ട്സ് ക്ലാസ് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ LMS CMASന്റെ LMS പോർട്ടലിലെ ഫസ്റ്റ് ലെക്ചർ ആണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. സോ ബിഫോർ ഗോയിങ് ടു ദ ലെക്ചർ, നമ്മളൊരു ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സോ ഹായ്, ദിസ് ഇസ് മീ മുഹമ്മദ് ഫൈസ് നസീർ. സോ ഞാൻ എന്താണ്, ആരാണ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്? സോ ഞാൻ ഫാക്കൽറ്റി ആണ് ഹു ടേക്സ് ക്ലാസ്സസ് ഫോർ CA, CMA ആസ് വെൽ ആസ് CS ആൻഡ് ICCA. CS ആൻഡ് ICCയുടെ അക്കൗണ്ട്സിന്റെ കേസിൽ CA ആൻഡ് CMA കോസ്റ്റ് അക്കൗണ്ട്സ്, അതേപോലെ തന്നെ അക്കൗണ്ട്സ് ഫോർ ഇന്റർമീഡിയറ്റ് ആസ് വെൽ ആസ് നമ്മുടെ ഇതില് ഫൗണ്ടേഷനിൽ. ആൻഡ് വാട്ട് ഐ എം കറന്റ്ലി ഡൂയിങ്, ഐ എം എ CA. ഐ എം നോട്ട് എ CA, ഐ എം എ ഹാഫ് CA ഹു ഈസ് ഗോയിങ് ഇപ്പൊ അടുത്തന്നെ CA ഫൈനലൊക്കെ എഴുതണം നമ്മൾ. ഓക്കെ, സോ അതല്ലാണ്ട് ഇപ്പം നിങ്ങൾക്ക് എന്നെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഓൾസോ ആൻ ഓൺടർപ്രണർ. പിന്നെ അതേപോലെ ട്രൈങ് ടു ബിൽഡ് എ കമ്മ്യൂണിറ്റി കോൾഡ് CMAS ടു എ ബിഗ് എക്സ്റ്റെന്റ്. അത് നമ്മുടെ സ്റ്റുഡൻസിന് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന രീതിക്ക്. സോ ഐ വിൽ മേക്ക് ഷുവർ വൺ തിങ്, നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈച്ച് ആൻഡ് എവരി സിംഗിൾ റുപ്പി ഓഫ് പെന്നി നിങ്ങൾക്ക് ഇവിടെ വർത്തായിരിക്കും. ഹൂവർ ടേക്ക് ക്ലാസ്, ഞാനായിക്കോട്ടെ, റഷീദ് സാർ ആയിക്കോട്ടെ, ഇനി വേറെ ഏത് ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, നിങ്ങൾ CMASന്റെ പ്ലാറ്റ്ഫോം കയറിയിട്ട് ഒരു ക്ലാസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അത്രയും അടിപൊളിയായിരിക്കും. ഓക്കെ, സോ നമുക്ക് കഥയൊക്കെ പിന്നെ പറയാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് വന്ന് കോണ്ടാക്ട് ചെയ്യാം. സോ എന്റെ നമ്പർ ഇവിടെ താഴെ റണ്ണിങ്ങിൽ പോകുന്നുണ്ടാവും. +91 9539 867575. സോ ഓൾറെഡി നിങ്ങൾ എല്ലാവരും നമ്മുടെ വെബ്സൈറ്റിലൂടെ കയറിയിട്ട് തന്നെയായിരിക്കും ക്ലാസ്സസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് സ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും രീതിയിൽ ക്ലാസ്സസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ. ലൈക്ക് അവിടെ ഒരു ഇത് പോകും, courses.cmaslearning.in. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ 2, വാട്ട് എവർ യു ഫീൽ, ഞാൻ ഭയങ്കര ഓപ്പൺ ആണ് ഇൻ കേസ് ഓഫ് ക്ലാസിന്റെ കാര്യത്തിൽ ഭയങ്കര ഓപ്പൺ. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു ക്ലാരിറ്റി കുറവുണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വാട്സപ്പിൽ വരാം, അല്ലെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം. സർ, ഈ ഒരു ഭാഗം ഒരു ബുദ്ധിമുട്ടുണ്ട്, ഇറ്റ് വുഡ് ബി ബെറ്റർ സാർ ഒരു എക്സാമ്പിൾ ഒന്നുകൂടെ വെച്ച് പറഞ്ഞു തരാണെങ്കിൽ. സോ എന്താണ് എന്നോട് ഇങ്ങനെ പറയുമ്പോൾ ഗുണം ഞാൻ പറഞ്ഞത്, ഐ എം എ പേഴ്സൺ ഹു ക്യാൻ ഗിവ് യു എ hundreds of examples. ഓക്കെ, കാരണം ഐ ആം വെരി വെരി പാഷനേറ്റ് ഫോർ ടീച്ചിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും, എങ്ങനെ വന്ന് ചോദിച്ചാലും അത് അടിപൊളിയായിട്ട് പറഞ്ഞു തരാൻ ആർക്കറിയാം? എനിക്കറിയാം. അതൊരു അഹങ്കാരം പോലെ ഫീൽ ചെയ്യണ്ട. ദാറ്റ്സ് മൈ കോൺഫിഡൻസ് ഇൻ ടീച്ചിങ്. കാരണം എനിക്ക് അത്ര ഇഷ്ടം. ഐ ലവ് ഡൂയിങ് ദിസ് ജോബ്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും എന്നോട് വന്ന് പറയാം. ആൻഡ് ഐ ഡു അഗ്രി, ലൈക്ക് നിങ്ങളത് വന്ന് പറയുമ്പോഴാണ് എനിക്ക് ഇംപ്രൂവ് ചെയ്യാനും കൂടെ പറ്റുള്ളൂ. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പൊ ഇറ്റ്സ് ലൈക്ക് ബ്രിഡ്ജ്. നിങ്ങളെ ഞാനും ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ, ഇവൻ ദോ ലെക്ചർ ക്വാളിറ്റിയിലും ആണ് പോലും, ബിക്കോസ് എനിക്ക് ലെക്ചർ ക്വാളിറ്റി 101% ടോപ്പ് ആയിരിക്കണം. സോ ഐ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ ഗെറ്റിംഗ് എ ക്വാളിറ്റി ലെക്ചേഴ്സ്. ഓക്കെ അല്ലേ? ക്വാളിറ്റി ആയിരിക്കും, എഫക്റ്റീവ് ആയിരിക്കും, എഫിഷ്യന്റ് ആയിരിക്കും. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് CMASൽ കിട്ടുന്ന എല്ലാ ലെക്ചേഴ്സിലും അവൈലബിൾ ആയിരിക്കും. കാരണം അതുപോലത്തെ ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് വന്ന് ക്ലാസ് എടുക്കും. സോ ബാക്ക് ടു ദ ക്ലാസ്, നമുക്ക് പതുക്കെ അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു ക്ലാസ് പർച്ചേസ് ചെയ്തപ്പം നമ്മുടെ കൂട്ടത്തിൽ കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും ഹു ആർ ലൈക്ക് നമ്മുടെ റിപ്പീറ്റേഴ്സ് ഉണ്ടാവും, ന്യൂലി ഫ്രഷ് ജോയിന്റ് ഉണ്ടാവും. ദർ വിൽ ബി ഓൾസോ സ്റ്റുഡൻറ് ഫ്രം സയൻസ് സ്ട്രീം ഓൾസോ. അന്ന് തന്നെ +2 ശേഷം +2 സയൻസ് സ്ട്രീം ആയിരിക്കും. +2 ശേഷം CA ചാർട്ടേഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ CMA അങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തൊരു കുട്ടിയായിരിക്കും. ഓക്കെ, സോ അവർക്ക് ഈ ക്ലാസ് കാണുന്നതിൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ 101% ഷുവർ ആണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുള്ളത്. കാരണം ഐ ബിലീവ് ഇൻ ഫൗണ്ടേഷൻ.
എനിക്ക് എനിക്ക് ഇപ്പം നിങ്ങൾ ഒറ്റയടിക്ക് ഇപ്പം റിപ്പീറ്റേഴ്സ് നിങ്ങൾക്ക് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്, അറൌണ്ട് 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ആ 11 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ എന്ത് വരുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വാസ് യുവർ എന്താ പറയാ, നിങ്ങളുടെ ഇത് ഞാൻ സ്ട്രാറ്റജി വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു. ഒരു സ്ട്രാറ്റജി വീഡിയോ ഇട്ടിട്ടുണ്ടായി യൂട്യൂബില്. സോ അതിലിട്ടപ്പം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലൈക്ക് കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഉണ്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, പിന്നെ BRS ഉണ്ട്, നമ്മുടെ FS ഉണ്ട്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. സോ ഇങ്ങനെ കുറെ ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ഈ ഒരു ചാപ്റ്റേഴ്സ് ഒക്കെ പഠിക്കുന്നതിന് മുന്നേ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഷൻ എപ്പോഴും എന്തായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ ഫൗണ്ടേഷൻ എപ്പോഴും സ്ട്രോങ് ആയിരിക്കണം എന്ന് വെച്ചാൽ, എടാ നമ്മളൊരു വീട് പണിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും താഴത്ത് നമ്മളൊരു സാധനം കെട്ടും. അതൊരു പരിപാടിയായിട്ട് തന്നെ നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരും നടത്താറുണ്ട്. അതെന്താ? വീടിന്റെ തറ അല്ലേ? വീടിന്റെ തറ. ഈ വീടിന്റെ തറ എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ വീട് ബിൽഡ് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് ലെയർ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ഫസ്റ്റ് ലെയർ ആണെന്ന് വിചാരിക്കാം. ഈ ഫസ്റ്റ് ലെയറിന്റെ മേളില് വീണ്ടും ഇപ്പം 2 നില ഉള്ളവരുണ്ടാവും, 3 നില ഉള്ളവരുണ്ടാവും, 4 നിലയുള്ളവരുണ്ടാവും. അങ്ങനെ കുറെ ഫ്ലോറുകൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള വീടുകൾ ഉണ്ടാവും. ആം ഐ റൈറ്റ്? സോ ഈ വീടുകളുടെ മേളില് കുറെ കെട്ടിടങ്ങൾ ലൈക്ക് ഫ്ലോർ വൈസ് കെട്ടി പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിലൊരു വിശ്വാസം ഉണ്ടാവണം, നമ്മൾ കെട്ടിയ തറ എന്താണ്, സ്ട്രോങ് ആണെന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. ആം ഐ റൈറ്റ്? അപ്പോ ആ ഒരു ഉറപ്പ് തന്നെ നമുക്ക് എവിടെയും വേണം, നമ്മുടെ അക്കൗണ്ട്സിലും വേണം. നമ്മുടെ അക്കൗണ്ട്സിലും വേണം എന്ന് പറയുമ്പോൾ, എടാ നമ്മുടെ അക്കൗണ്ട്സില് നമ്മുടെ എന്ത് റെഡി ആയിരിക്കണം, നമ്മുടെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കണം. ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആണെങ്കിൽ ഇതിന്റെ മേളിൽ നിനക്ക് എന്തും കെട്ടി കൊണ്ടുവരാം. മനസ്സിലായോ? സോ ആ രീതിയിൽ വേണം നമ്മൾ എന്താക്കാൻ, നമ്മൾ പഠിക്കാൻ. സോ ഐ വിൽ മേക്ക് ഷുവർ ഗൈസ്, നിങ്ങളുടെ ഫസ്റ്റ് ലെക്ചേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബേസിക് ക്ലാസിന്റെ ലെക്ചേഴ്സ് ലൈക്ക് അക്കൗണ്ടിങ് പ്രോസസ്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് കാര്യങ്ങള്, ഈ ക്ലാസ്സുകളിൽ ഞാൻ കുറച്ചധികം സമയം എടുക്കുമായിരിക്കും. നിങ്ങളെ കൊണ്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കും. സോ അതെന്തിനാന്ന് വെച്ചാല് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് എന്തായിരിക്കണം, നിങ്ങളുടെ തലയിൽ അത് പക്ക ഉണ്ടാവണം. ഒരു രീതിയിലും നിങ്ങളുടെ തലയിൽ നിന്ന് ആ കോൺസെപ്റ്റ് പോവരുത്. എന്തുകൊണ്ടാണ് അത് വരാൻ കാരണം? ഓക്കെ, സോ ഇതാണ് കോൺസെപ്റ്റ്. സോ ഇങ്ങനെ വന്നാലാണ് അത് അങ്ങനെ വർക്കാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഇത് പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. ബട്ട് സ്റ്റിൽ ഐ പറയണ എന്തിനാന്ന് വെച്ചാൽ ഹൗ ഐ ആം ഗോയിങ് ടു ടീച്ച് യു ഗൈസ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്തായാലും എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല് ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കും. ഒന്ന് കറണ്ട് പോയതാണ്, വേറെ ഒന്നുമല്ല. അതാണ് അവിടെ ഒരു ഗ്രെയിൻസ് വരുന്നത്. ആ കറണ്ട് വന്ന് അത് റെഡി ആവും കേട്ടോ. സോ നമ്മൾ അത് കാരണം സ്റ്റോപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഗോയിങ് ഫോർവേഡ്. സോ ഇവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കോൺസെപ്റ്റ്സ് സെറ്റാക്കും. ഈ കോൺസെപ്റ്റ്സ് സെറ്റാക്കാൻ ഇത് റിലേറ്റഡ് ആയിട്ട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഞാൻ എന്ത് ചെയ്യും, ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബുക്കിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾക്ക് ഞാനിതാ ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തരുമെന്ന് വെച്ചാൽ തരില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, പോർട്ടലിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് കയറി നോക്കി പഠിക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ലോഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് കോൺസെപ്റ്റ് റിലേറ്റഡ് ആണ്. ഇവിടെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് വരും. സോ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് നല്ലപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്താവുള്ളൂ, നമ്മുടെ കോൺസെപ്റ്റ്സിന്റെ ക്ലാരിറ്റി നല്ലപോലെ കൂട്ടാൻ പറ്റുകയുള്ളൂ. കത്തിയോ? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, കോൺസെപ്റ്റ് ക്ലാരിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ എന്തും ചെയ്യണം, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. സോ വൺസ് കോൺസെപ്റ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്തിലേക്ക് പോകും,
ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകും. ദാറ്റ് മീൻസ് അവർ ഇലസ്ട്രേഷൻസ് ആസ് വെൽ ആസ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ എത്ര പേര് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കി? അക്കൗണ്ട്സിന് 2 മോഡ്യൂൾ ഉണ്ട്. ആ 2 മോഡ്യൂൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. സോ ഇതൊക്കെ നോക്കിയായിരുന്നു നിങ്ങൾ? സോ എനിവേ, നമുക്ക് നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും നോക്കിയാലും നമ്മൾ എന്തായാലും നോക്കും. സോ വൺസ് കോൺസെപ്റ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കയറും. ഇപ്പൊ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇങ്ങോട്ടേക്കാ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യും, പ്ലസ് RTP MTP ഓഫ് ലാസ്റ്റ് 2 അറ്റംപ്റ്റ്. RTP പ്ലസ് MTP. RTP പ്ലസ് MTP എന്ന് പറയുമ്പോൾ ഈ കൊല്ലത്തെ RTP MTP എന്ന് പറഞ്ഞാൽ ഈ അറ്റംപ്റ്റ് ഏതാണോ ആ അറ്റംപ്റ്റിലുള്ള RTP MTP നമ്മൾ സോൾവ് ചെയ്യും. അതേപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സിലെ ഒരു 2-3 RTP MTP കൂടി നമ്മൾ സോൾവ് ചെയ്യും. സോ ബാക്കിയുള്ള RTP MTP എന്താ? ബാക്കിയുള്ള RTP MTP എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മക്കള് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. എല്ലാം സ്പൂൺ ഫീഡ് നടക്കില്ല. ബട്ട് ഞാൻ ബുക്കൊക്കെ പ്രിപ്പയർ ചെയ്ത് കണ്ടാൽ നിങ്ങൾ പറയും ഇത് ഒരു പക്ക സ്പൂൺ ഫീഡിങ് ആണല്ലോ എന്ന്. കാരണം ആ രീതിക്കാണ് ഞാൻ ബുക്ക് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. കാരണം അത്രയും സിമ്പിൾ ക്വസ്റ്റ്യൻസ് വെച്ച് ഇതെന്തുകൊണ്ടാ ഇങ്ങനെ, ഓ അങ്ങനെയാണല്ലേ, നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിക്കൂലേ, അതുപോലെ അത്ര സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, സോ ലെറ്റ് സി, നമുക്ക് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലാക്കാം. സോ കോൺസെപ്റ്റ്സ് ഉണ്ടാവും. കോൺസെപ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നേരെ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കയറും. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നേരെ PYQ, RTP ആൻഡ് MTP. ഓക്കെ, ഈ രീതിക്കാണ് നമ്മൾ അടിപൊളിയായിട്ട് പോവാം. സോ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നോക്കുമ്പം നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ കുറെ യൂണിറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ലൈക്ക് നമുക്ക് ആദ്യം അക്കൗണ്ടിങ് എന്താന്ന് പറഞ്ഞിരുന്നു, അതിനുശേഷം കുറെ പ്രിൻസിപ്പിൾസ്, കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ലൈക്ക് കുറെ തിയറീസ് ഉണ്ട്. നമുക്ക് എക്സാമിന് വരാറുണ്ടോന്ന് വെച്ചാൽ അഫ്കോഴ്സ് വരാറുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം, നോക്കേണ്ടി വരും. 1 മിനിറ്റ്. ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, എന്നാൽ എനിക്ക് കുറച്ചുകൂടെ വൃത്തിക്ക് കാണാം എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ അല്ലേ? സോ കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, കുറെ കാര്യങ്ങളുണ്ട്. സോ ഈ ഓരോ കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കണം. സോ ഡയറക്റ്റ് ആദ്യം തന്നെ തിയറിയിൽ ചടുപ്പിക്കോ? ഒരിക്കലുമില്ല. തിയറി എന്ന് പറയുന്ന സാധനം നിങ്ങളെപ്പോലെ തന്നെ കുറെ പേരെ പോലെ തന്നെ എനിക്കും എന്തല്ല അത്ര താല്പര്യമുള്ള ഒന്നല്ല. ഓക്കെ, തിയറി അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ബട്ട് തിയറി മനസ്സിലാക്കി പഠിക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് എന്താ നടക്കുന്നത് അത് നമ്മൾ കറക്റ്റ് അലൈൻ ചെയ്ത് പഠിക്കുമ്പം അടിപൊളിയായിട്ട് മനസ്സിലാവും. സോ ക്ലാസ്സിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ആദ്യം നമുക്ക് എന്ത് മനസ്സിലാവണം? എന്തിനാണ് അക്കൗണ്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. സപ്പോസ് എൻ്റെ ഫാദർ എനിക്കൊരു 100 റുപ്പീസ് തന്നു. ഓക്കെ, ആസ് എ പോക്കറ്റ് മണി. സോ ഈ 100 റുപ്പീസ് ഞാൻ രാവിലെ പോയിട്ട് ഒരു ലൈം കുടിച്ചു. എത്ര രൂപയുടെ? 20 റുപ്പീസ്. അപ്പം ഉച്ചക്ക് പോയിട്ട് ഒരു ഹാഫ് ഗീ റൈസ് കഴിച്ചു, 60 റുപ്പീസ്. അപ്പം രാത്രി എന്നോട് ഫാദർ ചോദിക്കാണ്, ഇന്നത്തെ ചെലവ് എന്തൊക്കെയാ, എത്ര രൂപ ബാലൻസ് ഉണ്ട്? സോ ഞാൻ പറയും 20 രൂപ ബാലൻസ് ഉണ്ട്. അപ്പം യൂഷ്വലി എവിടെയെങ്കിലും എഴുതി വെച്ചായിരുന്നു? ഞാൻ എഴുതി വെച്ചായിരുന്നു. കാരണം എന്താ, എൻ്റെ കയ്യിലൊരു ചെറിയ പോക്കറ്റ് ബുക്ക് ഉണ്ട്.
ചെറിയ പോക്കറ്റ് ബുക്ക് ഉണ്ട്. ഈ ചെറിയ പോക്കറ്റ് ബുക്കിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ ഇവിടെ എഴുതിയ പോലെ എന്ത്, ലൈമ് വാങ്ങിച്ചിട്ടുണ്ട്, ഗീ റൈസ് കഴിച്ചിട്ടുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങളും ഞാൻ ഇങ്ങനെ സൈഡ് ബൈ സൈഡ് എഴുതിയിട്ടുണ്ട്. സോ ഈ ഒരു കാര്യങ്ങൾ എന്താ, ഞാൻ ഉണ്ടാക്കിയ എനിക്കൊരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ടിന് നമ്മൾ എനിക്ക് അതിന് അഗേൻസ്റ്റ് വന്ന ഓരോ എക്സ്പെൻസുകൾ, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താ, എനിക്കുണ്ടായ ഓരോ ചെലവുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സൈഡ് ബൈ സൈഡ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാ, നമുക്കപ്പോ മനസ്സിലാവും ഓക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫണ്ട് പോയത്. സോ ഈ മാസം സപ്പോസ് ഇതൊരു പെർ ഡേ കാര്യമാണ് ഞാൻ കാണിക്കുന്നത്, പെർ ഡേ പോക്കറ്റ് മണി. സപ്പോസ് 100 രൂപ വെച്ച് 30 ദിവസത്തേക്ക് തരാണെന്നുണ്ടെങ്കിൽ അത് എത്ര രൂപയായി, 3000 രൂപയായി. am I right? 3000 rupees ആയി. സോ ഈ 3000 റുപ്പീസിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ 3000 റുപ്പീസ് എന്തിനോടൊക്കെയാണ് ഞാൻ യൂസ് ചെയ്തത് എന്ന് ഞാൻ ഈ ബുക്കിൽ മൊത്തത്തിൽ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ മന്ത് എൻഡിൽ എനിക്ക് മനസ്സിലാവും ഓക്കെ എന്റെ ഫണ്ട് ഇങ്ങനെയൊക്കെയാണ് പോയത്, ആൻഡ് ബാലൻസ് എമൗണ്ട് എന്റെ കയ്യിൽ എത്ര ഉണ്ട് എന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലായോടാ? ഓക്കെ, സോ ഇതാണ് അക്കൗണ്ടിങ്ങിനെ കൊണ്ടുള്ള ഭയങ്കര ഗുണം. കാരണം എന്താ, നമ്മളിത് ശരിക്കും ഞാൻ വീണ്ടും പറയാണ്, അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒന്നാണ്. പക്ഷെ നമ്മൾ ആരും അതിനെ എന്തായിട്ട് വിളിക്കുന്നില്ല, അക്കൗണ്ടിങ് എന്നുള്ള പേര് പറഞ്ഞ് വിളിക്കുന്നില്ല. ആ ഒരു ഡിഫറൻസ് മാത്രമേ എന്തുള്ളൂ ഇതില് കാണാൻ നിങ്ങൾക്ക് സാധിക്കുള്ളൂ. നമ്മൾ പൊതുവെ ഒരു 100 രൂപ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരും, നിങ്ങൾ ഇന്ന് ആലോചിച്ചു, ഒരു പൈസ തന്നാല് നിങ്ങൾ യൂഷ്വലി എഴുതി വെക്കാറുണ്ടാവും, ചിലപ്പോൾ ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ടാവും. സോ അത് റെക്കോർഡ് ചെയ്യുന്ന എന്തിനാ, നാളെ നമുക്ക് ആവശ്യം വരാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് ബോധിപ്പിക്കേണ്ടി വരും. ഓക്കെ, സോ ആ ഒരു കാര്യത്തിന് നമ്മൾ ഒരിക്കലും വിളിക്കാറില്ല, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ് വിളിക്കാറില്ല. ബട്ട് അതാണോ അക്കൗണ്ടിങ്? അത് തന്നെയാണ് അക്കൗണ്ടിങ്. കത്തിയോ? നിങ്ങൾ കുറച്ചുകൂടെ പോകുമ്പോ കത്തും, അല്ലെ കത്തിക്കും ഞാൻ. ഓക്കെ, സോ ഈ ഒരു സാധനം നമ്മുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഡെയിലി ലൈഫിൽ ഭയങ്കര റിലേറ്റബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യം അക്കൗണ്ടിങ് ഇല്ലാണ്ട് നടക്കില്ല. ബട്ട് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നില്ല, അക്കൗണ്ടിങ് എന്നുള്ള പേരിൽ വിളിക്കുന്നില്ല. ആ ഒരു ഡിഫറൻസ് മാത്രമാണ് ഉള്ളൂ. കത്തിയല്ലോടാ? സോ അക്കൗണ്ടിങ് എന്താണ്, അതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് കിട്ടണം, അല്ലെ? അതിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് പഠിക്കണം. ഇപ്പം +1 +2 കൊമേഴ്സ് എടുത്ത് വന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി പഠിച്ചിട്ടുണ്ടാവും +1 +2 തന്നെ അക്കൗണ്ട് ഈസ് എ ആർട്ട് ഓഫ് RCS, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് ആൻഡ് സമ്മറൈസിങ് ഓഫ് ട്രാൻസാക്ഷൻ ഓഫ് പാസ്റ്റ് ഇവന്റ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് കുറച്ച് സയൻസ് സ്ട്രീമുള്ള കുട്ടികളുണ്ട്, നമുക്ക് അവരും കൺസിഡർ ചെയ്യണ്ടേ. സോ അതിനുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആദ്യത്തതിലേക്ക് കടക്കാം. സോ എന്താണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ഉണ്ട്, ക്ലാസിഫൈങ് ഉണ്ട്, ആൻഡ് സമ്മറൈസിങ് എ സിഗ്നിഫിക്കന്റ് മാനർ. ഞാൻ ആദ്യം ഇത് വായിച്ചാൽ എന്നിട്ട് ഞാനൊന്ന് ഇതാക്കാം. ഇൻ ടേംസ് ഓഫ് മണി ആയിരിക്കണം. ടേംസ് ഓഫ് മണി അല്ലാത്തൊരു സാധനം നമുക്ക് അക്കൗണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരിക്കലും പറ്റില്ല. അതിന്റെ ഒരു എക്സാമ്പിൾ ഈസിയാണ്. സപ്പോസ് ഞാനൊരു കമ്പനി നടത്താണ്. ആ കമ്പനിയിൽ എനിക്ക് കുറെ എംപ്ലോയീസ് ഉണ്ട്. ഓക്കെ, അറൗണ്ട് ഞാൻ പറയാം അറൗണ്ട് 100 എംപ്ലോയീസ് ഉണ്ട്. ഈ 100 എംപ്ലോയീസിന്റെ വാല്യൂ എനിക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമോ? ഈ 100 എംപ്ലോയീസിന്റെ വാല്യൂ എനിക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. കാരണം എംപ്ലോയീസിനെ നമ്മൾ ഒരിക്കലും മോണിറ്ററി ടേംസ് എന്ന് പറഞ്ഞാല് നമ്മളൊരു പൈസ വെച്ചിട്ടല്ല അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. സംഭവം ക്ലിയർ ആവുന്നുണ്ടോ? എംപ്ലോയിയുടെ സാലറി ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാൻ പറ്റും. കാരണം എംപ്ലോയിയുടെ സാലറി എന്ന് പറയുന്നത് നമ്മൾ പൈസ ആയിട്ട് തന്നെ കൊടുക്കുന്നതാണ്. ബട്ട് അതേ സ്ഥലത്ത് എംപ്ലോയീസിന്റെ വാല്യൂ ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ? നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അത്
മോണിറ്ററി ടേംസിലല്ല, എന്ന് വെച്ചാൽ മണി എന്നുള്ള പൈസ രീതിയിലല്ല നമ്മൾ അവരെ എന്താക്കുന്നത്, കാണുന്നത്, അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത്. സോ അടുത്തവര് പറയാണ് ട്രാൻസാക്ഷൻ ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ് ലീസ്റ്റ് ഓഫ് എ ഫൈനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് ദെയർ ഓഫ്. അപ്പം ഇതൊക്കെയാണ് സംഭവങ്ങൾ. കൊമേഴ്സിലുള്ള കുട്ടികൾക്ക് ഇത് കത്തിയിട്ടുണ്ടാവും, പക്ഷെ സയൻസിലുള്ള കുട്ടികളെയും ഞാൻ കൺസിഡർ ചെയ്യും. നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത്, ഇനി ഓൾറെഡി അറിയില്ലെങ്കിൽ അത് പ്രശ്നമാക്കണ്ട. ഞാൻ ഇവിടെയുള്ള എല്ലാ കുട്ടികളും ഒരേപോലെ കാണും. ഓക്കെ, നല്ലോണം അറിയണ ഒരു കുട്ടിയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഗുഡ് ഫോർ യു, ബട്ട് ദർ ആർ മെനി അതർ സ്റ്റുഡൻസ്, അവർക്ക് നല്ലപോലെ ബേസ് സെറ്റാക്കി കൊടുക്കേണ്ടി വരും. കാരണം ബേസ് സെറ്റാക്കിയാൽ മാത്രമാണ് നമുക്ക് അവരുടെ എന്ത് കിട്ടുള്ളൂ, അവർക്ക് മറ്റുള്ള സാധനങ്ങൾ അതിൽ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ യു ഗൈസ് ഹാവ് ടു ഷോ പേഷ്യൻസ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലടാ? ഓക്കെ, സെറ്റിംഗ്. സോ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യും? റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ വെച്ച് ചെയ്തില്ലേ ഈ സാധനം, ഈ ഒരു പ്രോസസ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റെക്കോർഡിങ്. നമ്മൾ ഓരോ എക്സ്പെൻസ്, ഓരോ കിട്ടുന്ന പൈസ എല്ലാം നമ്മൾ എന്താക്കും? റെക്കോർഡ് ചെയ്ത് വെക്കാണ് ഒരു ബുക്കിൽ. അതാണ് റെക്കോർഡിങ്. ഓക്കെ അല്ലേ? സോ ഈ RCS ഈ ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. അപ്പോ ഈ ഒരു രീതിയിൽ ഞാൻ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സ് ശരിക്കും എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളത് ഞാൻ പെട്ടെന്ന് ഒരു ക്വിക്കായിട്ട് കാണിച്ചു തരാം. സോ നമ്മൾ പഠിച്ചു അക്കൗണ്ടിങ് എന്ന് പറയുന്നത് RCS ആണ്. RCS ആണ്. ഈ RCS എന്ന് പറയുന്നത് എന്താണ്? RCS എന്ന് പറയുന്നത് ഒന്ന് റെക്കോർഡിംഗ് ആണ്, രണ്ട് ക്ലാസിഫയിങ് ആണ്, ആൻഡ് മൂന്ന് എന്താണ്? സമ്മറൈസിങ് ആണ്. അപ്പം റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുക? നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് വിളിക്കുന്ന പേരാണ് ജേർണൽ. ഫസ്റ്റ് നമ്മൾ ഇതാണ് ചെയ്യാം. ആൻഡ് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ലെഡ്ജറിലേക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ മാറ്റും. മൂന്നാമത് പറയാണ് സമ്മറൈസിങ്. നമുക്കൊരു ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന സാധനം ജസ്റ്റ് നിങ്ങളുടെ നോട്ടിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇതെന്താണ്, എങ്ങനെയാണെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരും. ഇതില് ആരും ടെൻഷൻ അടിക്കണ്ട. സാർ എന്തൊക്കെയോ എഴുതുന്നുണ്ടല്ലോ, RCS, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ജേർണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്. നോ ടെൻഷൻ. ഓക്കെ, ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് എന്താക്കാം? റെഡിയാക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? സോ ഈസി പീസി, നോ ടെൻഷൻ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇവിടെ വരാം. അത് റിലേറ്റഡ് ആയിട്ട് ഫസ്റ്റ് സ്റ്റേജ് നമുക്ക് ഏതാ? ഒരു അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഏതാ? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് R ആണ്, സെക്കൻഡ് C ആണ്, തേർഡ് എന്ന് പറയുന്നത് S ആണ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള എന്തിലേക്ക് നമുക്ക് പോവാം? റെക്കോർഡിങ്ങിലേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാം. റെക്കോർഡിങ്ങിലേക്ക്. ഓക്കെ, നമ്മൾ പതുക്കെ റെക്കോർഡിങ്ങിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പൊ റെക്കോർഡിങ്ങിലേക്ക് പോകുമ്പം ഞാനിവിടെ അടിപൊളി നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ റെക്കോർഡിങ്ങിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് നല്ല വൃത്തിക്ക് പഠിക്കാം. അപ്പം റെക്കോർഡിംഗ് എന്ന് പറയുന്നത് അത് ഇനീഷ്യൽ സ്റ്റെപ്പാണ്. ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്തിന്റെ? അക്കൗണ്ടിങ്ങിന്റെ. അവിടെ എന്താ നടക്കുന്നത്? വേർ ഓൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പം അവിടെ നമുക്ക് പർച്ചേസ് ഉണ്ടാവാം, സെയിൽസ് ഉണ്ടാവാം, റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന പൈസ. ഓക്കെ, ആൻഡ് പേയ്മെന്റ്സ് ഉണ്ടാവും. പേയ്മെന്റ്സ് എന്താ? നമ്മള് അടക്കുന്ന പൈസ. ലൈക്ക് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്യൂലേ, അത്. അപ്പൊ റെസിപ്റ്റ് എന്താ? നേരെ ഓപ്പോസിറ്റ്, നമുക്ക് എന്തെങ്കിലും പേയ്മെന്റ് ഇങ്ങോട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ?
അപ്പം റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്റ്റെപ്പ് ആണ്, വേർ ഓൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ entered in the books of original entry, typically the journal and subsidiary books. ജേണൽ ഉണ്ട്, സബ്സിഡറി ബുക്ക് ഉണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ എന്താണ് ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ ജേണൽ ആൻഡ് സബ്സിഡറി ബുക്കിലേക്ക് നമ്മൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഇനീഷ്യൽ സ്റ്റെപ്പ് ആയിട്ടുള്ള റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. സോ ഈ ജേണൽ എൻട്രിക്കും സബ്സിഡറി ബുക്കിനും രണ്ട് പേരുണ്ട്. അഥവാ നമുക്ക് ട്രൂ ഓർ ഫോൾസിലോ അല്ലെങ്കിൽ MCQ ആയിട്ട് നല്ല MCQ ഫോർ CMS ആൻഡ് ട്രൂ ഓർ ഫോൾസ് ഫോർ CS. അപ്പം ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്നും പറയും. സോ ഇത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ജേണൽ എൻട്രീന് നമുക്ക് രണ്ട് പേരിട്ട് വിളിക്കാം. അതെന്താണ്, ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ആൻഡ് ബുക്സ് ഓഫ് പ്രൈം എൻട്രി എന്നുള്ളത്. ക്ലിയർ അല്ലടാ കുട്ട? ഈസി പീസി ആയിട്ട് നമുക്ക് ഓരോന്നും മനസ്സിലാക്കാം. സോ നമ്മൾ റെക്കോർഡിംഗ് എന്താന്ന് മനസ്സിലാക്കി. ഫസ്റ്റ് സ്റ്റെപ്പിൽ റെക്കോർഡിംഗ് എന്താന്ന് മനസ്സിലാക്കി. റെക്കോർഡിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇനീഷ്യൽ സ്റ്റെപ്പാണ്. വേർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യും. എവിടെ? ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ വരും, നമുക്ക് ജേണലും വരും ആസ് വെൽ ആസ് സബ്സിഡറി ബുക്കും വരും. ജേണൽ എന്താണെന്നും സബ്സിഡറി ബുക്ക് എന്താണെന്നും നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കും. ടെൻഷൻ മത് കറോ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കണ്ട. ഞാൻ പിന്നെയും പറയാണ്, ഈസി പീസി, ടേക്ക് ഇറ്റ് ഈസി, ടെൻഷൻ വേണ്ട. സോ വാട്ട് ടു റെക്കോർഡ്, നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്? നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് എല്ലാ മോണിറ്ററി ട്രാൻസാക്ഷൻസും ആൻഡ് ഇവന്റ്സ് നമ്മൾ എന്താക്കണം, റെക്കോർഡ് ചെയ്യണം. അപ്പം ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ എനി ആക്ടിവിറ്റി ക്യാരിഡ് ബൈ ദി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്. ഓക്കെ അല്ലേ? സോ എനി ആക്ടിവിറ്റി, എന്തൊരു ആക്ടിവിറ്റിയും ഓർഗനൈസേഷൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. ഒരു എക്സാമ്പിൾ എന്ന് പറയോ? എന്റെ ബിസിനസ്സിലേക്ക് സാധനം വാങ്ങണമായിരുന്നു, ഞാൻ സാധനം വാങ്ങിച്ചു. ആ സാധനം വാങ്ങിയത് ഞാൻ എന്താക്കിയിട്ടുണ്ടാവണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. എന്റെ ബിസിനസിന്റെ കറണ്ട് ബില്ല് ഞാൻ പേ ചെയ്തു, അതെന്ത് ചെയ്തിട്ടുണ്ടാവണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. എന്റെ ബിസിനസിന്റെ വാട്ടർ ബില്ല് ഞാൻ പേ ചെയ്തു, അതെന്തായിട്ടുണ്ടാവണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. എന്റെ ബിസിനസ്സിന് വേണ്ടി ഞാൻ കുറച്ച് സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിച്ചു, അതെന്തായിട്ടുണ്ടാവണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. എന്റെ ബിസിനസ് ഓർഗനൈസേഷന്റെ സ്പേസിന്, എന്റെ ബിസിനസ് ഓർഗനൈസേഷൻ ഉള്ള സ്പേസിന് ഞാൻ റെന്റൽ പേ ചെയ്തു. ആ റെന്റൽ പേ ചെയ്തത് എന്തായിട്ടുണ്ടാവണം, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം. അപ്പം ഈ ഓർഗനൈസേഷൻ ട്രാൻസാക്ഷനിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. ഇറ്റ് ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബിറ്റ്വീൻ പാർട്ടീസ് എന്ന് പറഞ്ഞാൽ സെയിൽ ആൻഡ് പർച്ചേസ്. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എങ്ങനെയാ സെയിൽ ഓഫ് പർച്ചേസ് ആവുന്നത്? സപ്പോസ് ഞാനൊരു ഗുഡ്സ് നിങ്ങൾക്ക് വിൽക്കാണ്. ഞാൻ എന്റെ കയ്യിലുള്ള ഗുഡ്സ്, ഐ ആം എ കമ്പനി ആൻഡ് ഐ ആം സെല്ലിംഗ് ഗുഡ്സ് ടു യു ഗൈസ്. നിങ്ങൾക്ക് വിൽക്കാണ് ആൻഡ് ഐ ആം ടേക്കിംഗ് 1000 rupees ഫ്രം യു. സോ ആ ഒരു കേസിൽ നമ്മൾ രണ്ടുപേരും 2 parties ആണല്ലോ. ഇവിടെ ഞാൻ എന്താ ചെയ്തത്, നിങ്ങൾക്ക് ഗുഡ്സ് തന്നു, പൈസ ഇങ്ങോട്ട് വാങ്ങിച്ചു. സോ ഇറ്റ്സ് ആൻ എക്സ്ചേഞ്ച്. ആൻഡ് സപ്പോസ് നമുക്ക് വേറെ രീതിയിൽ എടുക്കാം. നിങ്ങൾ ഗുഡ്സ് എനിക്ക് വിറ്റു, ഞാൻ നിങ്ങൾക്ക് പൈസ അങ്ങോട്ട് തന്നു. സോ എന്റെ കേസ്, എന്റെ പോയിന്റ് ഓഫ് വ്യൂ, നിങ്ങൾ ഇപ്പൊ നോക്കേണ്ടത് ആരുടെ POVയിലാണ്, എന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. സോ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ആലോചിക്കുമ്പോൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ പർച്ചേസ് ചെയ്തു, എനിക്ക് ഇങ്ങോട്ട് സാധനം കിട്ടി, അതിന് എക്സ്ചേഞ്ച് ആയിട്ട്, അതിന് ബദലായിട്ട് ഞാൻ എന്താ തന്നത്, നിങ്ങൾക്ക് ക്യാഷ് തന്നു. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് പർച്ചേസ് ഓഫ് ഗുഡ്സ് വരാം, പർച്ചേസ് ഓഫ് അസറ്റ്സ് വരാം, സെയിൽ ഓഫ് ഗുഡ്സ് ഓർ അസറ്റ്സ് വരാം. Then the expense incurred, income earned, other receipts and payment etc. Expense incurred എന്ന് പറയുമ്പോൾ റെന്റൽ ഇൻകം പറഞ്ഞു, നമ്മള് ഇലക്ട്രിസിറ്റി ബില്ല് പറഞ്ഞു, അങ്ങനെ കുറെ ചെലവുകൾ ഉണ്ടാവും. അപ്പം എക്സ്പെൻസ് എന്താ, ഇൻകംസ് എന്തൊക്കെയാ, എന്താണ് ഈ അസറ്റ്, എന്താണ് ഈ ഗുഡ്സ്, എല്ലാം പഠിക്കും.
ഫസ്റ്റ് ദ ബേസിക് കാര്യങ്ങൾ സംതിങ് വി ഹാവ് ടു ലേൺ, എന്താണ് ഇത് പറയുന്നതെന്നുള്ളത്. ആൻഡ് അതിന്റെ മുകളിൽ ഞാൻ എല്ലാം ബിൽഡാക്കി തരും നിങ്ങൾക്ക്. ട്രസ്റ്റ് ദി പ്രോസസ്. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ആഫ്റ്റർ വാച്ചിങ് മൈ ദിസ് ഫസ്റ്റ് ലെക്ചേഴ്സ് ലൈക്ക് ബേസിക് ക്ലാസ്സസ് നിങ്ങൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ എനിക്ക് പേഴ്സണലി മെസ്സേജ് ആക്കിയിട്ട് പറയും സർ ദിസ് വാസ് ദി ബെസ്റ്റ് ക്ലാസ് ഐ ഹാവ് എവർ സീൻ എന്നുള്ളത്. അതെനിക്ക് 101 അല്ലെങ്കിൽ 110 അല്ലെങ്കിൽ 1000% ഷുവർ ആണ് നിങ്ങളെ കൊണ്ട് ഞാൻ അത് പറയിപ്പിക്കുന്നുള്ളത്. ഓക്കെ, ആസ് ഐ സെഡ്, ഐ ഡു ദിസ് ജോബ് വെരി പാഷനറ്റ്ലി. സോ ഐ ലവ് ദിസ് ജോബ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചെയ്യാൻ. ആൻഡ് അതിന്റെ റിസൾട്ട് നിങ്ങളുടെ വായിൽ തന്നെ നിങ്ങളെ കൊണ്ട് ഞാൻ പറയും. അതാണ് എന്റെ ഗ്യാരണ്ടി. ഓക്കെ അല്ലേ? സോ ഇനി ട്രാൻസാക്ഷൻസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. നമുക്കിവിടെ 2 കാര്യങ്ങളായിരുന്നു. ഓൾ മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആസ് വെൽ ആസ് ഇവന്റ്സ് ആണ് പറഞ്ഞത്. അപ്പൊ ട്രാൻസാക്ഷൻസ് കഴിഞ്ഞു. ഇനി ഇവന്റ്സ് എന്താണ്? ഇവന്റ്സിലേക്ക് കയറാണ്. ഇവന്റ് എന്ന് പറയുന്നത് റിസൾട്ട് ഓഫ് ട്രാൻസാക്ഷൻ ആണ്. അതല്ല, ഔട്ട്കം ഓഫ് ട്രാൻസാക്ഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇവന്റ് എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ചാ മനസ്സിലായില്ല. സപ്പോസ് നിങ്ങൾ എന്റെ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തു. പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്നും പറഞ്ഞിട്ട് ഞാൻ 10,000 റുപ്പീസിന് സാധനം വാങ്ങിച്ചു. ഓക്കെ, എന്നിട്ട് ഈ 10,000 റുപ്പീസിന്റെ സാധനത്തിൽ നിന്ന് ഞാൻ സെയിൽ ചെയ്തു അറൌണ്ട് 8,000. സോ എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യണം. നമുക്ക് 2 ഇയർ ഉള്ളത്. ബിഫോർ ഇത് പറയുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് 2 ടൈപ്പ് ഓഫ് ഇയർ ഉള്ളത്. ഒന്ന് അക്കൗണ്ടിങ് ഇയർ ഉണ്ട്, ഫൈനാൻഷ്യൽ ഇയർ ഉണ്ട്. അതേപോലെ തന്നെ CY കലണ്ടർ ഇയർ ഉണ്ട്. FY എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ഇയർ ആണ്. CY എന്ന് പറയുന്നത് കലണ്ടർ ഇയർ ആണ്. അപ്പൊ FY എന്ന് പറയുന്ന സാധനം എപ്പം തൊട്ടെപ്പം വരിക? 1st April to 31st March ആണ്. കലണ്ടർ ഇയറോ 1st Jan to 31st December ആണ്. ഓക്കെ, ഇതില് അക്കൗണ്ടിങ്ങിന് വേണ്ടി നമ്മൾ ഏതാ ചൂസ് ചെയ്യാ? 5 seconds. 1 2 3 4 5. കറക്റ്റ്. കലണ്ടർ ഇയർ അല്ല, നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ ഇയർ ആണ് നമ്മൾ അക്കൗണ്ടിങ്ങിന് വേണ്ടി ചൂസ് ചെയ്യുന്നത്. സോ എൻഡ് ഓഫ് ദി ഫൈനാൻഷ്യൽ ഇയർ എന്ന് വെച്ചാൽ 31st മാർച്ചിന് എന്റെ ക്ലോസിംഗ് സ്റ്റോക്ക്, എന്റെ കയ്യിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് എത്രത്തോളം ബാക്കി ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്കിവിടെ എത്രയാന്ന് പറയാൻ പറ്റും? 2,000 എന്ന് പറയാൻ പറ്റും. ഈ 2,000 ഒരു റിസൾട്ട് ആണ്. എന്തിന്റെ? ഒരു 2 ട്രാൻസാക്ഷന്റെ റിസൾട്ട് ആണ് ഈ 2,000. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇവന്റ് എന്ന് പറയുന്നത്. നോക്ക്, പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2,000 അല്ല 10,000. അതിൽ നമ്മൾ സോൾഡ് ചെയ്തത് 8,000. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാ? 2,000. സോ ഈ സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഇവന്റ് എന്ന് പറയുന്നത്. കത്തിയോടാ, ഈസി പീസി. ഇനി ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാണ്. ഇവന്റ്സ് ആർ ദി നെറ്റ് റിസൾട്ട്സ് ഓർ ഔട്ട്കം ഓഫ് ട്രാൻസാക്ഷൻ. നമ്മളിപ്പോ പറഞ്ഞു 2 ട്രാൻസാക്ഷൻ നടന്നു. എന്തൊക്കെയാ? നമ്മളൊരു പർച്ചേസ് ചെയ്തു, നമ്മൾ ആ പർച്ചേസ് ചെയ്ത സാധനം വിൽക്കുകയും ചെയ്തു. സോ പർച്ചേസ് ഒരു ട്രാൻസാക്ഷൻ, ഗുഡ്സ് വിറ്റത് മറ്റൊരു ട്രാൻസാക്ഷൻ. അപ്പൊ ഈ 2 ട്രാൻസാക്ഷന്റെ ഒരുമിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ആണ് എന്തെന്ന് പറയുന്നത്? എനിക്ക് കിട്ടിയ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഈ 2,000 റുപ്പീസ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ, ഇവന്റിന്റെ എക്സാമ്പിൾസ് ചോദിച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും? ക്ലോസിംഗ് സ്റ്റോക്ക് പറയാൻ പറ്റും, പ്രോഫിറ്റ് പറയാൻ പറ്റും,
ലോസ് പറയാൻ പറ്റും, സർപ്ലസ് ഓർ ഡെഫിസിറ്റ് പറയാൻ പറ്റും. പ്രോഫിറ്റ്, ലോസ്, സർപ്ലസ്, ഡെഫിസിറ്റ് അതൊക്കെ എങ്ങനെയാ പറയാൻ പറ്റുക? ഈസിയാണ്. അതെങ്ങനെയാന്ന് വെച്ചാല്, സപ്പോസ് നിനക്ക് ഒരു ലോഡ് എക്സ്പെൻസസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതേ നിനക്ക് തന്നെ ഒരു ലോഡ് ഇൻകമും ഉണ്ടായിട്ടുണ്ട്. ഇത് രണ്ടും കൂട്ടിയാൽ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. എക്സ്പെൻസസ് എന്നുള്ള കുറെ കാര്യങ്ങളും എന്താണ്? എക്സ്പെൻസ് എന്ന് പറയുന്നത് നിനക്ക് ട്രാൻസാക്ഷൻസ് തന്നെയാണ് അല്ലെ, മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആണ്. ഇൻകം എന്ന് പറയുന്നതും എന്താണ്? ട്രാൻസാക്ഷൻസ് തന്നെയാണ്. സോ ഈ രണ്ട് ട്രാൻസാക്ഷൻസ് തമ്മിൽ ഉണ്ടായിട്ടുള്ള എൻഡ് റിസൾട്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലെങ്കിൽ സർപ്ലസ്, അല്ലെങ്കിൽ സർപ്ലസ് അഥവാ ഡെഫിസിറ്റ്. സർപ്ലസ് ആൻഡ് ഡെഫിസിറ്റ് we usually uses on NPO, non-profit organization, and profit or loss we use for like other traders, manufacturers, അങ്ങനത്തെ കമ്പനി കാര്യങ്ങളൊക്കെ. NPO ക്ക് മാത്രമാണ് ഈ സർപ്ലസ് ഡെഫിസിറ്റ് വരാം, ബിക്കോസ് ദേ ആർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, NPOയുടെ ഫുൾ ഫോം ആണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ അല്ല. സോ അവരൊരിക്കലും അവരുടെ പോസിറ്റീവ് ഫിഗേഴ്സിനെയോ അല്ലെങ്കിൽ നെഗറ്റീവ് ഫിഗേഴ്സിനെയോ അവരെന്ത് വിളിക്കില്ല? പ്രോഫിറ്റ് എന്നോ ലോസ് എന്നോ വിളിക്കില്ല. ഇൻസ്റ്റെഡ് ദേ കോൾ ഇറ്റ് ആസ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഈസി പീസി. സോ ടേക്ക് ഇറ്റ് ഈസി. ഓക്കെ, സോ അതും കഴിഞ്ഞു. സോ ഇവിടെ കഴിഞ്ഞു. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് കുറെ കോൺസെപ്റ്റ്സ് ഉണ്ട് ദാറ്റ് വി വിൽ ബി സ്റ്റഡിങ് ടുഗദർ. ഇൻ അലൈൻ ചെയ്ത് നമ്മൾ പഠിക്കും, ഓവർ തിയറി ആയിട്ട് പോകൂല. സോ ഫസ്റ്റ് കോൺസെപ്റ്റ് നമ്മൾ ഇവിടെ ഫസ്റ്റ് കഴിഞ്ഞു. ഈ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു നമ്മൾ ആദ്യം എന്താക്കിയത്? കവർ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കോൺസെപ്റ്റിനെ എന്താണ് പറയുന്നത്? ഈ ഒരു കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് പീരിയോഡിറ്റി കോൺസെപ്റ്റ്. പീരിയോഡിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മേളിലേക്ക് വരും. പോട്ടെ ഇവിടെ ഉണ്ടല്ലോ. പീരിയോഡിറ്റി കോൺസെപ്റ്റ് എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ് ആഫ്റ്റർ എവരി പീരീഡ് ആൻഡ് നോട്ട് അറ്റ് ദി എൻഡ് ഓഫ് ലൈഫ് ഓഫ് ദി എൻറ്റിറ്റി. നിങ്ങള് ഓരോ പീരീഡ് കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾ ഓരോ അക്കൗണ്ട്സും ഓരോ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. അല്ലാണ്ട് ഇന്ന് ഞാനൊരു കമ്പനി തുടങ്ങിയിട്ട് കമ്പനി പൂട്ടുമ്പം ആയിരിക്കരുത് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ അക്കൗണ്ട്സും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കേണ്ടത്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇതാണ് അത് കറക്റ്റ് ആയിട്ട് പറയുന്നത്. സോ യൂഷ്വലി ഈ പീരീഡ് എന്ന് പറയുന്നത് 1 കലണ്ടർ പീരീഡ് ആണ്. ബട്ട് നമ്മൾ ജനറലി ഫോളോ ചെയ്യുന്നത് ഏതാണ്? ഫൈനാൻഷ്യൽ ഇയർ ആണോ? ഫൈനാൻഷ്യൽ ഇയർ ആണോ? കലണ്ടർ ഇയർ ആണോ? സോ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫൈനാൻഷ്യൽ ഇയർ ആണ്. സോ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ എപ്പം തൊട്ടെപ്പം വരിക? ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April ഓഫ് ഇയർ ടു 31st March ഓഫ് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ഇയർ. അതെന്താ അങ്ങനത്തെ വാക്കുകൾ? അങ്ങനത്തെ വാക്കുകൾ കാണുമ്പോൾ പേടിക്കണ്ട, ചെറിയ സാധനം. എന്ന് വെച്ചാൽ, അയ്യോ എന്റെ പേന എവിടെ? എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്നത്, 1st April 2025 31st March 2026. ഈ ഒരു 2026-നെയാണ് അവരെന്ത് പറയുന്നത്? ഇത് ഇമ്മീഡിയറ്റ്ലി ഫോളോയിങ് ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ 2025 ജോയിൻ ആയിട്ടുള്ള അടുത്ത ഇയർ. സോ നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. കലണ്ടർ ഇയറിൽ 12 മാസം ഉണ്ടാവും, ഫൈനാൻഷ്യൽ ഇയറിലും 12 മാസം ഉണ്ടാവുമ്പോ ജസ്റ്റ് നോക്ക്. ഏപ്രിൽ പറയ്, എണ്ണിയോക്ക് 12 മാസം ഉണ്ടല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അതില് ഡൗട്ട് ഇല്ലല്ലോ. അപ്പൊ 12 മാസം തന്നെ ഉണ്ട്. നമ്മൾ പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് പ്രകാരം
എങ്ങനെയാ പോകുന്നത്? കലണ്ടർ ഇയറിലാണോ ഫൈനാൻഷ്യൽ ഇയറിലാണോ? ഫൈനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ പോകുന്നത്. സോ ഇതുപോലെയായിരിക്കും ഞാൻ ഓരോ കോൺസെപ്റ്റ്സ്, ഈ ഒരു കാര്യങ്ങൾ ഇത് യൂണിറ്റ് 2 നിങ്ങൾ പഠിക്കുന്നുണ്ട്, അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് ആൻഡ് കൺവെൻഷൻസ് എന്നുള്ളത്. സോ ഇത് ഞാൻ ഓരോ കോൺസെപ്റ്റ്സ് വരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് തരും? ലിങ്ക് ചെയ്ത് തരും. സോ ഒരു കാര്യം പഠിക്കുന്നതിന്റെ ഒപ്പം ആ സാധനം തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം നല്ല ക്ലിയർ ആയിട്ട് തലയിൽ കയറ്റാൻ പറ്റും. സോ ഇത് നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം, MCQs ആയിട്ട് വരാം, ട്രൂ ഓർ ഫോൾസ് ആയിട്ട് വരാം. ഓക്കെ, ഞാൻ എന്തിനായി മൂന്നും പറയുന്നത്? ദിസ് ലെക്ചർ ഇസ് വാച്ച്ഡ് ബൈ CA, CMA ആസ് വെൽ. ഓക്കെ, ക്വസ്റ്റ്യൻസ് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബട്ട് ഈ ഒരു കാര്യം ലെക്ചർ കോൺസെപ്റ്റ് വീഡിയോസ് എല്ലാം രണ്ടുപേർക്കും സിമിലർ ആണ്, വലിയ ഡിഫറൻസ് ഇല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്തത് ദി പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് ഫെസിലിറ്റീസ് ഇൻ. എന്താണ് ഈ കോൺസെപ്റ്റ് നമുക്ക് തരുന്ന ബെനിഫിറ്റ്സ്? ഓക്കെ, ഒന്ന്, കമ്പയറിംഗ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ഡിഫറെന്റ് പീരീഡ്സ്. എന്ന് വെച്ചാൽ എന്താ ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്? സോ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ലിറ്ററലി നോൺ ആസ് FS. ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് വരും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരും, പിന്നെന്താ വരുന്നത്? ബാലൻസ് ഷീറ്റ് വരും. ഇതൊക്കെ എന്താന്ന് പഠിക്കും നമ്മള്. ഞാൻ വീണ്ടും പറയാണ്, ECPC, ടേക്ക് ഇറ്റ് ഈസി. നോട്ട്സ് ടു അക്കൗണ്ട്സ് ഉണ്ടാവും. ഇനി NPO കേസിലാണെങ്കിൽ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ കേസിലാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, A/C എന്ന് പറയുന്നത് അക്കൗണ്ട് ആണ്. പിന്നെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ആൻഡ് അതേപോലെ ബാലൻസ് ഷീറ്റ് വിത്ത് നോട്ട്സ് ടു അക്കൗണ്ട്. ഇതാണ് നമ്മുടെ FS എന്ന് പറയുന്നത്. സോ ഈ FS നമ്മൾ പൊതുവെ പ്രിപ്പയർ ചെയ്യുമ്പം ഓരോ ഇയർ വൈസ് ആണ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉള്ള ഫൈനാൻഷ്യൽ ഇയർ ഏതാ? ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April 2025 to 31st March 2026. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോൾ ഫൈനാൻഷ്യൽ ഇയർ ഏതാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റണം? ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 2025-26 ആണെന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, സോ ഈ ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മൾ എന്തായാലും ഒരു FS പ്രിപ്പയർ ചെയ്യുമല്ലോ. എൻഡ് ഓഫ് ദി ഇയർ നമ്മൾ FS പ്രിപ്പയർ ചെയ്യും, അതിൽ ഡൗട്ടില്ല. അപ്പോ കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുമ്പോൾ 2024-25 ഇവിടെ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും? FS പ്രിപ്പയർ ആക്കിയിട്ടുണ്ടാവില്ലേ? ഈ FSഉം തമ്മില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അവർ പറയുന്നത്? നമുക്ക് ഇത് രണ്ടും തമ്മില് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. ഇതാണ് ആര് കൊണ്ടുവരുന്നത് എന്ന് വെച്ചാൽ, കമ്പയറിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനത്തെ കമ്പയറിംഗ് ആയിരിക്കും? ഈ കൊല്ലത്തെ പ്രോഫിറ്റും കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ? നമുക്ക് പ്രോഫിറ്റ് മാർജിൻ നോക്കാൻ പറ്റും. പിന്നെ എത്ര പ്രോഫിറ്റ് ഇത്തവണ കൂടിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ലോസ് പോകാൻ കാരണം, ഏതെങ്കിലും പെർട്ടിക്കുലർ കാര്യത്തിൽ ഓവർ നമ്മൾ എക്സ്പെൻസ് ചെലവാക്കിയിട്ടുണ്ടോ, പേയ്മെന്റ് നടത്തിയിട്ടുണ്ടോ,
ആർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കാനുണ്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഓക്കെ, ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അപ്പം ഇതാണ് ആദ്യത്തെ ഫെസിലിറ്റീസ് അവർ നമുക്ക് തരുന്നത്. ഇനി യൂണിഫോം ആൻഡ് കൺസിസ്റ്റന്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഫോർ അസർട്ടൈനിങ് ദി പ്രോഫിറ്റ് ആൻഡ് അസറ്റ്സ് ഓഫ് ബിസിനസ്. ഞാൻ ഇപ്പൊ പറഞ്ഞു തന്നെ, നമ്മളെല്ലാം ഒരു കൊല്ലം അവസാനം തന്നെ ചെയ്യുമ്പം നമുക്ക് എല്ലാം ഒരുപോലെ കിട്ടും. എല്ലാ ഇയറിലും നമ്മൾ ഒരേപോലെയാണ് ചെയ്യുന്നത്. അന്ന് പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന ഫൈനലൈസ് ചെയ്യുന്നത് ഒരേപോലെയാണ്. കറക്റ്റ് 12 months, 1st April to 31st March. സോ അതെല്ലാം ഒരു അലൈൻ ചെയ്ത് പോകും. മാച്ചിങ് പീരിയോഡിക് റവന്യൂ വിത്ത് എക്സ്പെൻസ് ഫോർ ഗെറ്റിംഗ് കറക്റ്റ് റിസൾട്ട്. വിട്ടേ, സെയിം സാധനം വെറുതെ ഓരോ പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ പറഞ്ഞപ്പോ തന്നെ കുറെ കാര്യങ്ങൾ കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇതാണ് പീരിയോഡിസിറ്റി കോൺസെപ്റ്റില് നമുക്ക് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയാനുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, വളരെ ഈസിയാണ്, വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, ഈസി പീസി. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ? അപ്പൊ പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് നമ്മുടെ കയ്യിലിട്ടുണ്ട്. ഞാൻ അവിടെ പോയി ടിക്ക് ഇട്ടോക്കട്ടെ. ഇത് നമുക്ക് എന്തും പറഞ്ഞു എഴുതാം. ഇത് നമുക്ക് ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഇത് നമ്മുടെ കയ്യിലാണ്. ഇനി താഴത്തേക്ക് പോയി നമുക്ക് ആരെ കണ്ടെത്തണം? നമ്മുടെ ഇവിടെ കിട്ടും. ഇനി ബാലൻസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണ് ഈ ലെഡ്ജർ അക്കൗണ്ട്? നമ്മൾ കുറച്ച് RCS എന്ന് പറയുന്ന സാധനം എഴുതി. അപ്പം ഈ ആറിലാണ് ജേർണൽ പാസ് ചെയ്യുന്നത്, ക്ലാസിഫയിങ്ങിലാണ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാം. സോ ഈ ലെഡ്ജറിനെ പറ്റിയിട്ടാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പം പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് അസറ്റ് ഓൺ ദി ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ ഇസ് ട്രാൻസാക്ഷൻ ആസ് വെൽ ആസ് ഇവന്റ്. അപ്പൊ അവർ പറയുന്നതൊന്നുമല്ല, ഒരു ഫിക്സ്ഡ് അസറ്റ് നമ്മൾ അവസാനം ഇയറിൽ വാങ്ങുമ്പം അതൊരു ട്രാൻസാക്ഷൻ ആയിരിക്കും, അതേപോലെ തന്നെ ഇവന്റ് ആയിരിക്കും. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട എന്താ ഫിക്സ്ഡ് അസറ്റ് എന്നുള്ളത്. ECPC ജസ്റ്റ് ഞാൻ മറ്റേ ഫിക്സ്ഡ് അസറ്റിനെ പറ്റി പറയുമ്പം ഈ ഒരു പോയിന്റിൽ വന്ന് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കിയോ. അപ്പൊ നിങ്ങൾക്ക് കത്തും. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിച്ചു. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ആഡ് ഓൺ ചെയ്താണ്. നിങ്ങൾ ഇവിടെ കം ബാക്ക് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്താം, CB എന്നും പറഞ്ഞുതരാം. CB ഫോർ കം ബാക്ക്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? ഇപ്പൊ അതെ, അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. എന്താണ് അക്കൗണ്ടിങ് സിസ്റ്റം? അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്? ക്യാഷ് ബേസിസിലാണോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? വൺസ് നമ്മൾ പേയ്മെന്റ് ചെയ്താലോ, അല്ലെങ്കിൽ വൺസ് നമ്മൾ പേയ്മെന്റ് റിസീവ് ചെയ്താൽ മാത്രമാണോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെക്കോർഡിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്? ക്യാഷ് ബേസിസ് എന്നുള്ളത്. ഇനി ഹൈബ്രിഡ് ബേസിസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് അക്രൂവൽ ബേസിസ് അഥവാ മെർക്കൻഡൈൽ ബേസിസ് മനസ്സിലാവണം. അപ്പം അക്രൂവൽ ബേസിസ് എന്ന് പറയുന്നത് അത് വളരെ എളുപ്പമാണ്. നമുക്കൊരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇവന്റ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇർറെസ്പെക്റ്റീവ് ഓഫ് വെദർ വി ഹാവ് മെയ്ഡ് ദി പേയ്മെന്റ് ഓർ വി ഹാവ് റിസീവ്ഡ് ദി പേയ്മെന്റ്, വി ഹാവ് ടു റെക്കോർഡ് ഇറ്റ്. എങ്ങനെ ഒരു വട്ടം കൂടി പറയാം. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താ? എനി ട്രാൻസാക്ഷൻ ഓർ ഇവന്റ് ദാറ്റ് ഹാസ് ഒക്കേർഡ് ഇർറെസ്പെക്റ്റീവ് ഓഫ് പേയ്മെന്റ് ഇസ് പെയ്ഡ് ഓർ പേയ്മെന്റ് ഇസ് റിസീവ്ഡ്, വി ഹാവ് ടു റെക്കോർഡ് ഇറ്റ്. ഇതിനും നമുക്ക് എന്തുണ്ട്? ഒരു പ്രിൻസിപ്പൽ കോൺസെപ്റ്റ് ഉണ്ട്, നമുക്ക് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്ക് അത് പോയി നോക്കണം. എന്തും പേരില്? അക്രൂവൽ ബേസിസ് എന്നുള്ള പേരല്ലേ. അതിന് നമുക്ക് എക്സാമ്പിൾ ഒക്കെ, അടിപൊളി എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഹൈബ്രിഡ് ബേസിസ് എന്താ? ഹൈബ്രിഡ് ബേസ് ഒന്നുമില്ല, നേരെ അതിന്റെ ഓപ്പോസിറ്റ്. ലൈക്ക് ഇത് രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് എന്ത് വരുന്നത്? ഹൈബ്രിഡ് ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് അക്രൂവൽ ബേസിസിലേക്ക് ഒന്ന് പോയി നോക്കാം, അവിടെ എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്നുള്ളത്. മാച്ചിങ് അക്രൂവൽ കോൺസെപ്റ്റ്. ഈ അക്രൂവൽ കോൺസെപ്റ്റ് ആണ് അവിടെയുള്ള അക്രൂവൽ കോൺസെപ്റ്റ്. സോ ഇവിടെ പറയാണ്
under accrual concept, the effect of transaction and other events are recognized on mercantile basis. എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് വെൻ ദേ ഒക്കർ. ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, സ്പോട്ടിൽ റെക്കോർഡ് ചെയ്യാം, ഇർറെസ്പെക്റ്റീവ് ഓഫ് പേയ്മെന്റ് ഇസ് പെയ്ഡ് ഓർ പേയ്മെന്റ് ഇസ് നോട്ട് റിസീവ്ഡ്. എടാ, നമുക്ക് പേയ്മെന്റ് കിട്ടുകയോ അഥവാ അല്ലെങ്കിൽ ഞാൻ പേയ്മെന്റ് ചെയ്തോ എന്നത് നോക്കാണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റെക്കോർഡ് ചെയ്യാൻ. മേക്ക് ഷുവർ ഒരു ട്രാൻസാക്ഷൻ നടന്നു, സ്പോട്ടിൽ റെക്കോർഡ് ചെയ്യാം. പൊതുവെ ജേർണൽസ് ഹാസ് ടു ബി പാസ്ഡ് ഇൻ എ ക്രോണോലോജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ടൈം ബേസിസ്, ആസ് പെർ ടൈം ബേസിസ്, കറക്റ്റ് ടൈം ഓർഡറിൽ വേണം നമ്മൾ റെക്കോർഡ് ചെയ്ത് പോവാൻ. അപ്പൊ ഇവിടെ പറയാണെന്ത്, മെർക്കൻഡൈൽ ബേസിസ് പോവേണ്ടത് വെൻ ദേ ഒക്കർ ആണ്. പിന്നെ ഇവര് പറയാണ് ആൻഡ് നോട്ട് ആസ് ക്യാഷ് ഓർ ക്യാഷ് ഈക്വലന്റ് ഇസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. എന്താ പറയുന്നത്, ക്യാഷ് ഓർ ക്യാഷ് ഈക്വലന്റ് ഇസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. മനസ്സിലായോ? ആൻഡ് ദേ ആർ റെക്കോർഡഡ് ഇൻ ദി അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ടഡ് ഇൻ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാ? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, നോട്ട്സ് ടു അക്കൗണ്ട്സ്. ഈ 4 ഐറ്റംസ് ഓക്കെ അല്ലേ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി പീരീഡ് ടു വിച്ച് ദേ റിലേറ്റ്. ഓക്കെ, സിമ്പിൾ സാധനം. ഞാൻ നേരത്തെ മലയാളത്തിൽ പറഞ്ഞത് അവർ കുറെ ഇംഗ്ലീഷിലാക്കി പറഞ്ഞു. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അക്രൂവൽ എന്ന് പറയുമ്പോൾ, അക്രൂവൽ മീൻസ് റെക്കഗ്നീഷൻ ഓഫ് റവന്യൂ. നമ്മൾ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യും, പ്ലസ് കോസ്റ്റ് ആസ് ദേ ആർ ഏൺഡ് ഓർ ഇൻകേർഡ്. ഏൺഡ് ഓർ ഇൻകേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഞാൻ സി എ മാഷിൽ വർക്ക് ചെയ്യുന്ന ഒരു ആരാണ്? ഞാൻ സി എ മാഷിൽ വർക്ക് ചെയ്യുന്ന സപ്പോസ് ഒരു എംപ്ലോയി ആണ്. ഞാൻ സി എ മാഷിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്. ഓക്കെ, ഞാൻ സിമ്പിൾ ആയിട്ട് ഞാൻ സി എ മാഷിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണ്. സോ ഈ മാസം സപ്പോസ് ഒരു മാസം വേണ്ട, ഞാൻ ഒരു റൗണ്ട് ഇതായിട്ട് എടുക്കാം. സപ്പോസ് ജാനുവരിയില് ഫ്രം 1st മുതൽ 31st വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ വർക്ക് ചെയ്തു. ഞാൻ സി എ മാഷിൽ വർക്ക് ചെയ്തു. സോ ഈ ഒരു മാസം ഞാൻ വർക്ക് ചെയ്തപ്പം ഈ മാസത്തെ സാലറി എനിക്ക് കിട്ടണം. ശരിയാണോ അല്ലേ? ഈ മാസത്തെ സാലറി എനിക്ക് കിട്ടണം. ഈ സാലറി കിട്ടാനായിട്ട് ഇപ്പൊ ഞാൻ എന്താണ്? അർഹനാണ്. ലൈക്ക് എനിക്കതിന് അർഹതയുണ്ട്. ലൈക്ക് എനിക്കത് കിട്ടാം. കാരണം ഞാൻ ആ ഒരു ജാനുവരി മന്ത് എന്ന് പറയുന്ന മന്തിലെ ഫസ്റ്റ് മുതൽ 31st വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. നൗ ഐ ആം എലിജിബിൾ. സോ ഇതിനെ നമ്മൾ അക്കൗണ്ടിങ് ടേമിൽ വിളിക്കുന്നതാണ് എന്ത്? ഞാൻ പറയും, ഞാൻ ഈ സാലറി എന്ന് പറയുന്ന റവന്യൂ ഏൺ ചെയ്തിട്ടുണ്ട്. ഏൺഡ് ആണ്, ബട്ട് നോട്ട് റിസീവ്ഡ് എന്ന്. എന്ന് വെച്ചാൽ എനിക്ക് സാലറി എന്ന് പറയുന്ന റവന്യൂ കിട്ടണം, പക്ഷെ കിട്ടിയോ? കിട്ടിയിട്ടില്ല. സോ ഈ റവന്യൂ ഏൺഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ അപ്പൊ തന്നെ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. എന്ത്? റവന്യൂയുടെ കേസില് എന്ത് വരും? ദേ ആർ ഏൺഡ് അല്ലെങ്കിൽ കോസ്റ്റ് ആർ ഇൻകേർഡ് എന്നാ പറയുന്നത്. കോസ്റ്റ് ആർ ഇൻകേർഡ് എന്ന് പറഞ്ഞാൽ സപ്പോസ് സി എ മാഷിന്റെ പി ഒ വിയിൽ നോക്കാം. സി എ മാഷിന്റെ പി ഒ വിയിൽ നോക്കുമ്പം ഫായിസ് എന്ന് പറയുന്ന എംപ്ലോയി 1 month വർക്ക് ചെയ്തിട്ടുണ്ട്. ഫായിസ് എന്ന് പറയുന്ന എംപ്ലോയി 1 month വർക്ക് ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് ചെയ്തിട്ടില്ല. സോ സി എ മാഷിന്റെ പി ഒ വിയിൽ നോക്കുമ്പം എന്താ നടക്കുന്നത്? ഒരു കോസ്റ്റ് ഇൻകേർഡ് ആയിട്ടുണ്ട്. പക്ഷെ എന്താക്കിയിട്ടില്ല? ബട്ട് നോട്ട് പെയ്ഡ് ആണ്.
പെയ്ഡ് ആണ് എന്ന് വെച്ചാൽ സാലറി ഫായ്സ് എന്ന് പറയുന്ന എംപ്ലോയിക്ക് കൊടുക്കണോ സി എ മാഷ്? കൊടുക്കണം. കാരണം ജനുവരി മാസത്തെ ആ ഒരു വർക്ക് ഫുള്ളായിട്ട് ഫായ്സ് എടുത്തിട്ടുണ്ട്. ശരിയല്ലേ? സോ നൗ സി എ മാഷ് ഹാസ് ആൻ ഒബ്ലിഗേഷൻ ടു പേ ദി സാലറി ടു ഫായ്സ്. സോ ആ ഒരു കോസ്റ്റ് ഇൻകർ ആയിട്ടുണ്ട്, പക്ഷെ പേയ്മെന്റ് ചെയ്തിട്ടില്ല. പ്രശ്നമില്ല, യു ഹാവ് ടു റെക്കോർഡ് ഓൺ ദി സ്പോട്ട്. അതാണ് എന്ത് കോൺസെപ്റ്റ് പറയുന്നത്? അക്രൂവൽ കോൺസെപ്റ്റ് പറയുന്നത്. ആൻഡ് വി ഫോളോ അവർ അക്കൗണ്ടിങ് കംപ്ലീറ്റ്ലി for the entire life in accrual concept, not on cash basis. അതാണ് ഇവിടെ എന്ത് പറയുന്നത്? അക്രൂവൽ മീൻസ് recognition of revenue and cost as they are earned or incurred and not as money is received or paid. നമുക്ക് കിട്ടിയതിന് ശേഷമോ അല്ലെങ്കിൽ പേ ചെയ്തതിന് ശേഷമോ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. The accrual concept relates to മെഷർമെന്റ് ഓഫ് ഇൻകം ആൻഡ് ഐഡന്റിഫൈങ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. നമുക്കൊരു അടിപൊളി എക്സാമ്പിൾ ഇട്ടാലോ? അടിപൊളി എക്സാമ്പിൾ ആണ്. മിസ്റ്റർ ജെ ഡി ബൈസ് ക്ലോത്തിങ് ഓഫ് ₹50,000 പേയിങ് ക്യാഷ് Rs 20,000. അപ്പോ 50,000 ക്ലോത്ത് വാങ്ങിച്ചത് 20,000 രൂപക്ക്. സോ 30,000 രൂപ ആര് എന്ത് ചെയ്യണം? ജെ ഡി പേയ്മെന്റ് കൊടുക്കാനുണ്ട്. And sells at Rs 60,000, of which customer paid only 50,000. അപ്പൊ ഇവിടെ എങ്ങനെയാ? ആദ്യത്തെ കേസില് പർച്ചേസിന്റെ കേസില് ആദ്യത്തെ കേസ് ഏതാ? പർച്ചേസിന്റെ കേസില് 50,000 സാധനം 50,000 സാധനം എത്ര ഞാൻ പേ ചെയ്തത്? 20,000 പേ ചെയ്തിട്ടുള്ളൂ. സോ എത്ര കൊടുക്കാനുണ്ട്? ഇനി കൊടുക്കാൻ 30,000 പെൻഡിങ് ആണ്. 30,000 പെൻഡിങ് ആണ്. ഇനി സെയിലിന്റെ കേസിൽ വരുമ്പം 60,000 വിറ്റു. എത്ര കിട്ടി? 50,000 നമുക്ക് കിട്ടി. എത്ര കിട്ടാനുണ്ട് പെൻഡിങ്? 10,000 പെൻഡിങ് ആണ്. 10,000 പെൻഡിങ് ആണ്. സോ ഈ രണ്ട് സിറ്റുവേഷൻ ആണ് അവിടെ പറയുന്നത്. നോക്കി നോക്കാം. Of which customer paid only 50,000. His revenue is 60,000, not 50,000 the cash received. എന്ന് വെച്ചാൽ 60,000 രൂപക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 60,000 രൂപക്ക് വിറ്റ എമൗണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. ആൻഡ് നോട്ട് 50,000 ദി എമൗണ്ട് വിച്ച് വി ഹാവ് റിസീവ്. ഓക്കെ അല്ലേ? ഇനി എക്സ്പെൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദി റവന്യൂ ഇസ് 50,000, നോട്ട് Rs 20,000 ദി ക്യാഷ് പെയ്ഡ്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പർച്ചേസ് ചെയ്തപ്പം ഞാൻ 20,000 രൂപ അടിച്ചിട്ടുള്ളൂ. സോ എനിക്ക് പറയാൻ പറ്റൂല എന്ത്? 20,000 എന്ത് ചെയ്താൽ മതി? റെക്കോർഡ് ചെയ്താൽ മതി. കാരണം ഞാൻ 20,000 രൂപയിൽ അടിച്ചിട്ടുള്ളൂ. ഇല്ലട്ടോ, 50,000 രൂപയും റെക്കോർഡ് ചെയ്യണം. കാരണം എന്താ? വി ആർ ഫോളോയിങ് ദി അക്രൂവൽ കോൺസെപ്റ്റ്. ഓക്കെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റിനെ നമ്മൾ എന്താക്കണം? റെസ്പെക്ട് ചെയ്യണം. അത് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഇനി അത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിലോ നിങ്ങളുടെ അക്കൗണ്ടിങ് മൊത്തത്തിൽ തെറ്റും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. So the accrual concept based profit is Rs 10,000 rupees. That is revenue minus expense. Revenue minus expense എന്ന് പറയുമ്പോൾ 10,000 എങ്ങനെയാ? ഈ 60,000 ആണ് നമ്മുടെ ഈ 60,000 ആണ് നമുക്ക് എന്തായിട്ട് വന്നത്? നമുക്ക് സെയിലിന് റവന്യൂ ആയിട്ട് വന്നത്. ഈ 60,000 നിന്ന് 50,000 രൂപ നമുക്ക് പർച്ചേസ് എക്സ്പെൻസ് ആയിട്ട് വന്നു. സോ നമുക്ക് എന്ത് പറയാം? 10,000 rupees ആണ് നമ്മുടെ എന്തെന്നുള്ളത്? നമ്മുടെ പ്രോഫിറ്റ് എന്നുള്ളത്. കത്തിയോ? ഭയങ്കര എളുപ്പല്ലേ അക്കൗണ്ടിങ്? ഭയങ്കര എളുപ്പമാണെന്ന് ഇപ്പൊ പതുക്കെ കത്തും. ഇതൊന്നും നമുക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സിമ്പിൾ ലോജിക് ആണ്. എപ്പോ, എന്തിന്, എങ്ങനെ. ഇപ്പൊ നമ്മൾ രണ്ട് കോൺസെപ്റ്റ് പഠിച്ചു. പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് ആസ് വെൽ ആസ് അക്രൂവൽ കോൺസെപ്റ്റ്. പീരിയോഡിസിറ്റി കോൺസെപ്റ്റ് എന്താ? ഫൈനാൻഷ്യൽ ഇയർ ആണോ കലണ്ടർ ഇയർ ആണോ?
ഫൈനാൻഷ്യൽ ഇയർ ആണ്. ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട്സ് ഫ്രം 1st April to immediately preceding next year, 31st March of immediately preceding next year. Accrual concept എന്താ? Irrespective of cash paid or cash received, we have to record the transaction that has been occurred. Okay അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്, ഈസി ആണ്. നിങ്ങളുടെ ഐ ബിലീവ് ദാറ്റ് യു ആർ ടേക്കിംഗ് റണ്ണിങ് നോട്ട്സ് അലോങ് വിത്ത് മീ. നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പം ഇവൻ ദോ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാണേ പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ അറ്റൻഷൻ സ്പാൻ കുറയാണേ പോലും, വെൻ യു ആർ സ്ക്രിബിളിംഗ് യു വിൽ ബി ഗെറ്റിംഗ് മച്ച് മോർ കോൺസെൻട്രേഷൻ towards the classes. Okay, so now within 8 seconds, 7 seconds, 6 seconds, 5 seconds, we are going to 1 hour video. Okay, and here we go. 1 hour is completed. എന്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് ഹവർ എപ്പടി ഇருக்கு? നല്ല ഇറക്കാ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ജസ്റ്റ് കമന്റ് ചെയ്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഇതിലെ ആ ഡിസ്കഷൻ ഗ്രൂപ്പിലിട് ഹൗ വാസ് ദി ക്ലാസ്. നമ്മുടെ ഗ്രൂപ്പിൽ, വാട്സാപ്പ് ഗ്രൂപ്പിലിട് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ഹവർ എന്നുള്ളത്. യു ക്യാൻ എക്സ്പെക്ട് ദി സെയിം ക്വാളിറ്റി. ഒരിക്കലും ക്വാളിറ്റി കുറവില്ല, ക്വാളിറ്റി ഇൻക്രീസ് മാത്രമേ ആവുള്ളൂ. ക്ലാസിന്റെ ക്വാളിറ്റി മച്ച് മോർ ഇൻക്രീസ് ആവുള്ളൂ. ആൻഡ് ഐ എം സെയിങ് ദാറ്റ് വൺസ് ആൻഡ് again and again, believe in the process, believe in yourself, believe in me. I am giving you 110% of sure that നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് അക്കൗണ്ടിങ് ക്ലാസ്സസ് വി വിൽ ബി പ്രൊവൈഡിങ്, ആസ് വെൽ ആസ് എനി ലെക്ചേഴ്സ്. ഓക്കെ, എന്റെ മാത്രമല്ല എല്ലാ ലെക്ചേഴ്സും. ആൻഡ് ഐ എം പേഴ്സണലി ഗ്യാരണ്ടിങ് യു ദാറ്റ് എന്റെ ലെക്ചേഴ്സ് ടോപ്പ് നോച്ച് സാധനം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ, സോ കുറെ പേര് മെയ് അറ്റംപ്റ്റിലേക്ക് എഴുതാൻ നോക്കുന്ന ആൾക്കാരുണ്ടാവും, കുറെ പേര് സെപ്റ്റംബർ ഉണ്ടാവും, വേറെ കുറെ പേര് ജാനുവരിയിലേക്ക് ഉണ്ടാവും. സോ എപ്പോഴും യു ക്യാൻ റിലൈ ഓൺ ഫാക്കൽറ്റീസ്, അത് ശരിയാണ്. ബട്ട് ഒരു ചെറിയൊരു 1 minute ഉപദേശം. ഓക്കെ, സോ നിങ്ങൾക്ക് ഫാക്കൽറ്റീസിൽ റിലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് യു ക്യാൻ റിലൈ. ബട്ട് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ്, ഫാക്കൽറ്റീസ് നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് സെറ്റാക്കി തരുന്നത്. നിങ്ങളെ ഓരോ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് നിങ്ങളെ സെറ്റാക്കി തരും. ബട്ട് നിങ്ങളുടെ ഹാൻഡ് സ്പീഡ്, നിങ്ങൾ ജസ്റ്റ് ക്ലാസ് മാത്രം കണ്ടിട്ട് വർക്ക് ചെയ്യാണ്ട് നിന്നിട്ട് കാര്യമില്ല. അക്കൗണ്ടിങ് അതിന് നിങ്ങൾ ഇന്ററിലേക്ക് പോകുമ്പോൾ പോസ്റ്റിംഗ്, FM, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ, എക്സ്പെഷ്യലി നിങ്ങളുടെ ഫൗണ്ടേഷനിലുള്ള മാത്സിലുള്ള ടൈം വാല്യൂ ഓഫ് മണി, അങ്ങനത്തെ ചാപ്റ്റേഴ്സ് നിങ്ങൾ കൂടുതൽ ചെയ്ത് പഠിക്കും. ടൈം വാല്യൂ ഓഫ് മണി എല്ലാം പക്ക കാൽക്കുലേറ്റർ ചെയ്യാൻ നോക്കാം, റാദർ ദാൻ യൂസിങ് പെൻ ആൻഡ് പെൻസിൽ. എന്താന്ന് വെച്ചാൽ, കാരണം എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ഹാൻഡ് സ്പീഡ്, നിങ്ങളുടെ ഇവിടെ തലച്ചോറ് വർക്കാവുന്ന സ്പീഡ് നിങ്ങൾ ഇൻക്രീസ് ചെയ്താൽ മാത്രമാണ് ഒരു 3 hour എക്സാമിനേഷനിൽ നിങ്ങൾക്ക് 100 marks കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ രീതിയിൽ നിങ്ങളെ ഡെവലപ്പ് ആക്കി നിങ്ങൾ തന്നെ കൊണ്ടുവരണം. എടാ, there will be many festivals, occasions, കുറെ പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാവും. ബട്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാം, 3 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങളുടെ എക്സാംസ് വരാണ്. സോ ഈ 6 മാസം കഴിഞ്ഞാൽ യു ഗൈസ് ആർ ഗോയിങ് ടു ബി ഹാഫ് CA അല്ല, ടു ദ ലെവൽ ഓഫ് ഹാഫ് CA. അപ്പൊ ആ ലെവലും കൂടെ കംപ്ലീറ്റ് ഹാഫ് CA ആവും. എന്ന് പറഞ്ഞാൽ CA ഇന്റർമീഡിയറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റില്ല, CA ആസ്പിറന്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം യു ആർ അറ്റ് ദി ഫൗണ്ടേഷൻ ലെവൽ. വൺസ് യു ആർ അറ്റ് ദി CA ഇന്റർമീഡിയറ്റ്, CMA ഇന്റർമീഡിയറ്റ്, CS ഇന്റർമീഡിയറ്റ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ CS ഇന്റർമീഡിയറ്റിലെ എക്സിക്യൂട്ടീവ്, ആ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്താണ് ആ ഒരു ആസ്പിറന്റ് എന്ന് അന്നേരം വിളിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഫൗണ്ടേഷൻ ലെവലിൽ വി ഓൾ ആർ ട്രെയിൻ. നമുക്ക് ഒരിക്കലും അവരുടെ ആസ്പിറന്റ് ആണെന്ന് പറയാൻ പറ്റൂല. വൺസ് നിങ്ങൾ ഇന്ററിൽ എത്തിക്കഴിഞ്ഞാൽ യു ഗൈസ് ആർ ദി ആസ്പിറൻസ് ഓഫ് ദി റെസ്പെക്റ്റീവ് പ്രൊഫഷണൽസ്. സോ നല്ലപോലെ ആലോചിക്കുക, നിങ്ങളുടെ എക്സാം ആണ്. ബി ഫോക്കസ്ഡ്, ബി ഡിസിപ്ലിൻ, ബി കൺസിസ്റ്റന്റ്, ഷോ അപ്പ് ഈവൻ ഇഫ് യുവർ സിറ്റുവേഷൻസ് ആർ ഗോയിങ് വേഴ്സ്. ആൻഡ് ട്രസ്റ്റ് മീ, എത്ര സിറ്റുവേഷൻ ബാഡ് ആയാലും നിങ്ങൾ ഇടുന്ന ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് 110% നിങ്ങൾക്കത് തിരിച്ചു കിട്ടിയിരിക്കും. ഓക്കെ, സോ എൻ്റെ ടീച്ചിങ്ങിലായിക്കോട്ടെ, ഞാനിപ്പം
പഠിക്കുമ്പോഴായിക്കോട്ടെ യൂഷ്വലി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സാധനമാണ് മേക്ക് ഇറ്റ് ആസ് എ കിസ്. മേക്ക് ഇറ്റ് ആസ് എ കിസ്. കിസ് KISS അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അതെന്താ ഉദ്ദേശിക്കുന്നത്? കീപ് ഇറ്റ് സിമ്പിൾ ആൻഡ് സ്റ്റുപ്പിഡ്. ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ എക്സാമ്പിൾസും പക്കാ സ്റ്റുപ്പിഡ് ആയിരിക്കും, ബട്ട് ഇറ്റ് വിൽ ബി റിലേറ്റ് ടു അവർ ഡെയിലി ലൈഫ്. സോ എന്താ ഗുണം? ദി കോൺസെപ്റ്റ് വിൽ ബി വെരി ഈസി ഫോർ മീ വൈൽ ഐ ആം ട്രൈങ് ടു റീറ്റെയിൻ ഇറ്റ്. ഓക്കെ, സോ എന്റെ സ്ട്രാറ്റജി അതാണ്. വൈൽ ടീച്ചിങ് ആസ് വെൽ ആസ് സ്റ്റഡിങ് ഓൾസോ, മേക്ക് ഇറ്റ് കീപ് ഇറ്റ് സിമ്പിൾ ആസ് വെൽ ആസ് സ്റ്റുപ്പിഡ്. കിസ്, മേക്ക് ഇറ്റ് ആസ് എ കിസ്. മനസ്സിലായോ? സോ നിങ്ങളും ഇപ്പോഴേ ഓരോ കാര്യങ്ങൾ സെറ്റാക്കി വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കൊന്ന് ഉഷാറാവാം. സോ ഫോർ ദി നെക്സ്റ്റ് 5 minutes 1:05 ആയി. സോ നെക്സ്റ്റ് 5 minutes you guys can have a small refresh. എന്ത് ചെയ്യാം? ചായ കുടിക്കാൻ പോകുന്നവർക്ക് ചായ കുടിക്കാം, വെള്ളം കുടിക്കണമെങ്കിൽ ഒന്ന് വെള്ളം കുടിക്കാം, ഒന്ന് എണീക്കാം, ജസ്റ്റ് ഒന്ന് അങ്ങോട്ടൊക്കെ ഒന്ന് സ്ട്രെച്ച് ആവാം. ഓക്കെ, ഒന്ന് ഉഷാറായിട്ട് വേഗം വായോ. നമുക്ക് എന്നിട്ട് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. ഓക്കെ, സോ അതുവരെ വരയ്ക്കും സുലാൻ.
അയ്യോ, പണി കിട്ടി. ഇത്ര നേരം പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കും വോയിസ് കിട്ടിയിട്ടുണ്ടാവില്ല അല്ലെ? ഓരോ കുസൃതികൾ.